തുടങ്ങിയപ്പോൾ വേങ്ങേരി വാർഡ് കൗൺസിലർ സദാശിവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സദാശിവൻ, ഇതുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു ആശങ്ക ഉയരുകയാണ്. കാരണം കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അലംഭാവം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. GPS ട്രാക്ക് ചെയ്തിട്ട് പോലും അവിടേക്ക് മണ്ണിടിച്ചിലല്ല, ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനാണ് കർണാടക സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന്? അതെ 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 ഈ അപകടം നടന്നതിന് ശേഷം ഇവിടെ നിന്ന് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് സർക്കാർ തലത്തിൽ തന്നെ അവിടെയുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക എന്നുള്ള നിലയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയുള്ള വിവരം. അപ്പോൾ അത് പ്രകാരം ഈ സ്പോട്ട് മനസ്സിലാക്കുന്നത് വണ്ടിയുടെ GPS സംവിധാനം അവസാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു സെന്റർ, അവിടെയാണ് ഈ അപകടം നടന്നത്. അപ്പൊ ഇതുവരെയും കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. അപകടം നടന്നിടത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ വാഹന ഗതാഗതം ഒക്കെ നീക്കുന്നുണ്ട്. പക്ഷെ ഈ അപകടത്തിൽപ്പെട്ട ആളെ കണ്ടെത്താൻ ആവശ്യമായ ഒരു സംവിധാനം വഴി ഇപ്പോൾ നമ്മൾ അവിടെ നിന്നും വാർഡിൽ നിന്ന് നിരവധി ആളുകൾ ഈ അപകട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവർക്ക് ഇവരുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അവരെ കുറച്ച് ദൂരെ വെച്ചുകൊണ്ട് പോലീസ് തടഞ്ഞിട്ടുണ്ട്. അവിടേക്ക് പ്രവേശനം അവർക്ക് നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട സ്ഥലത്തേക്ക് ഇവർക്ക് പോകാൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നമുക്കുള്ള വിവരങ്ങൾ നൽകുന്നത് ആരാണ്? നിലവിൽ കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതിയെക്കുറിച്ചൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പൊ നമുക്ക് അവിടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അവർക്ക് കുറച്ച് അകലിൽ നിന്നാണ് മണ്ണ് നീക്കുന്ന വിവരവും രക്ഷാപ്രവർത്തനം നടക്കുന്ന അവർക്ക് അറിയാം. പക്ഷെ അവർക്ക് ആ സമീപത്തേക്ക് പോകാൻ അവർക്ക് സാധ്യമായിട്ടില്ല എന്നാണ് കിട്ടിയുള്ള വിവരം. അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് വളരെ ദൂരേക്ക് മാറി പോലീസ് അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. എന്നാൽ സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നേരത്തെ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ മന്ത്രിസഭാ യോഗം നടക്കുന്നതിന് മുമ്പായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ വിവരം ലഭ്യമാവാനിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ആശ്വാസത്തിന് വകയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസൊപ്പം തന്നെ രണ്ട് മന്ത്രിമാർ, മന്ത്രി മുഹമ്മദ് റിയാസ്, മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിൽ സർക്കാർ തലത്തിലുള്ള പ്രവർത്തനം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ അറിയുന്നതിന്റെ ഒരു കാലതാമസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അതാണ് ഇപ്പൊ നേരിടുന്നത്.